പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് പ്രോസസ് ആയിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്രെബ്സ് സൈക്കിൾ. ഇത് മനസ്സിലാക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിഗ്രിയിൽ നിന്നോ അല്ലെങ്കിൽ പ്ലസ് ടുവിലും പ്ലസ് വൺ അതേപോലെ തന്നെ ഡിഗ്രി ഈ ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെറും ആ ഒരു സൈക്കിൾ എഴുതുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു MSc ലെവലിൽ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ സ്റ്റെപ്പിലും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട് എന്നുകൂടി നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിൻസ് വി ആർ സ്റ്റഡിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ. നമ്മൾ ഇത്രയായിരുന്നു പറഞ്ഞിരിക്കുന്നത്. സിട്രിക് ആസിഡ് ഈസ് ഓഫ് കോഴ്സ് എ സില്ലി സൂപ്പർ ഫണി മോളിക്യൂൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ആ ഒരു റിയാക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും. സിട്രിക് ആസിഡ് ഈസ് ഓഫ് കോഴ്സ് എ സില്ലി ഫണ്ണി മോളിക്യൂൾ. ഇനി ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് CD റോഡോപോഹോ. CD റോഡോപോഹോ എന്ന് പറയുന്നത് ഇതാണ്. CD റോഡോപോഹോ മീൻസ് ഈ പറയുന്ന റിയാക്ഷൻ നമ്മൾ പറഞ്ഞതാണ് CD റോഡോപോഹോ. അപ്പോൾ ഈ CD റോഡോപോഹോ ആൻഡ് സിട്രിക് ആസിഡ് ഈസ് ഓഫ് കോഴ്സ് എ സില്ലി ഫണ്ണി സൂപ്പർ മോളിക്യൂൾ. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ക്രെബ്സ് സൈക്കിൾ പഠിക്കാൻ പറ്റും. CD റോഡോപോഹോ ആൻഡ് സിട്രിക് ആസിഡ് ഈസ് സില്ലി ഫണ്ണി സൂപ്പർ ഫണ്ണി മോളിക്യൂൾ. അത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. സോ ദിസ് ഈസ് എ കൺക്ലൂഷൻ ഓഫ് ദ പെർട്ടിക്കുലർ സൈക്കിൾ. നൗ യഥാർത്ഥത്തിൽ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിന്റെ ഒരു കൺസെപ്റ്റൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്രെബ്സ് സൈക്കിൾ നടന്നിരിക്കുന്നത് ഗ്ലൈക്കോളിസിസ്, ദെൻ ഗ്ലൂക്കോസ്, പൈറുവിക് ആസിഡ് ഉണ്ടായി. ആ പൈറുവിക് ആസിഡ് ലിങ്ക് റിയാക്ഷനിലോട്ട് പോയി. ഓക്കെ, ലിങ്ക് റിയാക്ഷൻ വഴി 2-അസറ്റൈൽ കോഎൻസൈം ഉണ്ടായി. ഓക്കെ, 2-അസറ്റൈൽ കോഎൻസൈമിൽ നിന്ന് നമുക്കറിയാം അത് ക്രെബ്സ് സൈക്കിളിലോട്ട് ലിങ്ക്ഡ് ആയി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ ലിങ്ക് റിയാക്ഷൻ നടന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? NADH2 ഫോംഡ്. ഓക്കെ, 2 ഉണ്ടായിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ലോസ്റ്റ്, ഓർ വി ക്യാൻ സേ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് 2 കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറി. ദെൻ അസറ്റൈൽ കോഎൻസൈം ഉണ്ടായി. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദിസ് ഈസ് എ 2 കാർബൺ മോളിക്യൂൾ ആണ് അല്ലെ. 3 കാർബൺ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു 2 കാർബൺ അസറ്റൈൽ കോഎൻസൈം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആകുന്ന സമയത്ത് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദിസ് കൺസെപ്റ്റ്. Then regarding the Krebs cycle ആണ് നമ്മൾ പറഞ്ഞ it occurs in twice 2-acetyl coenzyme A, 2 NADH formed is equal to 3 NADH into 2, that is 6 NADH is equal to 12 ATP. ഓക്കെ, ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കേണ്ട പ്രോസസ്സാണ്. നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. Then FADH2 formed, GTP formed, ഇതൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. വേണമെങ്കിൽ ഒന്നുകൂടി പുറകോട്ട് പോയി നോക്കാം സംശയം ഉണ്ടെങ്കിൽ. NADH2 എത്ര എണ്ണം ഫോം ചെയ്തു? FADH2, GTP. നോ, ഇതെല്ലാം നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ എഴുതി പഠിക്കേണ്ട സാധനമാണ്. ഞാൻ ഒന്നുകൂടി പുറകോട്ട് പോകാം. എന്തൊക്കെ ഫോം ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കൂ നിങ്ങൾ. NADH2 formed. ഓക്കെ, then FADH2, then GTP. Remember NADH2, FADH2, GTP. മറന്നു പോകരുത്. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കൂ, NADH2, FADH2, GTP formed 3, then FADH2 formed 1, GTP formed 1. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി നോക്കാം. ദെൻ ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ് നമുക്ക് പറയാനുള്ളത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എന്ത് സംഭവിക്കും? NADH2 entered and 10 NADPH2, then NADH2 give rise to 30 ATP. FADH2 entered 2 FADH2 give rise to 4 ATP. So 34 ATP ഉണ്ടാവും. അത് നമ്മൾ ലാസ്റ്റ് ഇക്വേഷനിൽ പറയും എങ്ങനെയാണ് ഓരോന്നും ഉണ്ടാവുന്നത്. 18 4 22 2 24 ഇവിടെ ഉണ്ടാവുന്നത്. എങ്ങനെയാണത് 34 ATP ആയി മാറുന്നത്? 1 NADH2 is equal to 3 ATP. ഒരു NADH2 എന്ന് പറയുന്നത് 3 ATP പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മളെടുത്ത് എത്ര NADH2 ഉണ്ട്? 6 NADH2. അപ്പോൾ 6 3 18. ക്ലിയർ? ഒരു FADH2 2 ATP പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് 2 FADH2 ഉണ്ട്, അത് 4 ATP ഉണ്ടാവും. ഒരു GTP 1 ATP പ്രൊഡ്യൂസ് ചെയ്യും, അത് 2 ATP ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണ് 2 എന്ന് നമ്മൾ പറയുന്നത്? നമുക്കറിയാം പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് 2 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് 2 പൈറുവിക് ആസിഡ്, 1 പൈറുവിക് ആസിഡ് ഈസ് ഡയറക്ട്ലി എൻറ്റർ ഇൻടു
Krebs cycle through the link reaction. അതേപോലെ വേറൊരു pyruvic acid ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് it occurs twice എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം 2 ആയി മാറുന്നത്. 3 NADH2 into 2 that is 6. അങ്ങനെ ഒരു NADH2 3 ATP പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം 6 into 3 18. Then 1 FADH2 produce 2 ATP. അപ്പോൾ 2 into 4 2 into 2 that is 4. Then 2 GTP അല്ലെ 2 GTP ഉണ്ട്. That is 2 ATP. ഒരു GTP ഒരു ATP produce. Clear? Net gain is equal to 2 ATP. Total gain 24 ATP. Okay. Now, total ATP involved in respiration is 40 ATP. That is 2 ATP used, 38 ATP gained. So this is a final reaction that we will discuss later. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. എങ്ങനെയാണ് ATP ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇത് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഇത്ര ATP ഉണ്ടായത് ബൈ ഹാർട്ട് പഠിച്ച പോലാണ്. ബട്ട് it is not possible in MSc since you are mastering. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഇത് പഠിക്കുകയും പിന്നെയും വായിച്ചു നോക്കിയാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Krebs cycle ഉണ്ടായി. Krebs cycle ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രോസസ് ഒക്കെ നടക്കുന്നത്. Krebs cycle ഉണ്ടായതിന്റെ 2 പ്രധാനപ്പെട്ട റിയാക്ഷൻ നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്, സിംബോളിക്കലി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം, പറയണം. ഇത് പിന്നെയും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. വളരെ മനസ്സിരുത്തി മാത്രമാണ് ഇത് പഠിക്കേണ്ടത്. So what is actually the energy account? എന്താണ് നമ്മുടെ കൺസെപ്റ്റിൽ എനർജി അക്കൗണ്ട്? NADH2 formed is equal to 3 NADH2 into 2. That is 6 NADH2 is equal to 18 ATP. Okay. FADH2 formed 1 FADH2 into 2. That is 2 FADH2 4 ATP. ഇതെല്ലാം നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യൽ നടക്കേണ്ട പ്രോസസ്സാണ്. Then GTP formed is equal to 1 GTP into 2. That is 2 GTP is equal to 2 ATP. അങ്ങനെയാണ് 24 ATP ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? 12 22 24. 1 NADH2 is equal to 3 ATP. 1 FADH2 is equal to 2 ATP. 1 GTP is equal to 1 ATP. ക്ലിയർ ആണല്ലോ? വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. മറ്റേതിൽ നിന്ന് എടുത്തിട്ട് മാത്രം ഇത് വെച്ചാണ്. ക്ലിയർ? Now ഇതൊക്കെ നമ്മൾ ഒരു MSc ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സാധാരണ നമുക്കൊരു Krebs cycle എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ ആസിഡിനെ പറഞ്ഞു പോയാൽ മതി. ബട്ട് ഇൻ ദ കേസ് ഓഫ് MSc we can see some of the important numericals. നോക്കൂ നിങ്ങൾ, ന്യൂമറിക്കൽ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് റിയാക്ഷൻ നമുക്കറിയാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ, അവിടെയൊക്കെ ATP ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? See, 1 ATP and 2 NADH2 are also formed in the case of non-cyclic photophosphorylation. Electron transport chain NADH2 is equal to 10 NADH2. FADH2 2 FADH2. ഇത് 4 ATP ഉണ്ടാവും, ഇതും 30 ATP ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ടോട്ടൽ 34 ATP ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? Now, dark reaction, Calvin cycle. Calvin cycle makes glucose. One cycle, only one carbon dioxide fixed. Cycle repeats 6 times. Glucose C6H12O6. One cycle, 2 NADPH2 and 3 ATP required. 6 cycles, 2 NADPH2 and 18 ATP. Okay, അപ്പം ഒരു ഗ്ലൂക്കോസിൽ നിന്നാണ് ഇത്രയും ആളുകൾ ഉണ്ടാവുന്നത് എന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്. ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ, C4 pathway, 1 glucose formation, 30 ATP and 12 NADH2 is required. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസിന്തസിന്റെ പാർട്ടാണ്. ഒരു ATPയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ വേറെ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. എങ്ങനെയാണ് ATP ഉണ്ടാവുന്നത് പറയാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ. Now the respiration നമുക്കറിയാം, തൊട്ടുമ്പോ നമുക്ക് കാണിച്ചതാണ് 38 ATP ഉണ്ടാവുന്നു എന്നുള്ളതാണ് കണക്ക്. 38 ATP. ഗ്ലൈക്കോളിസിസിൽ എങ്ങനെ ഉണ്ടാവുന്നു, ദെൻ Krebs cycle എങ്ങനെ ഉണ്ടാവുന്നു. റെസ്പിറേഷൻ മൊത്തത്തിലാണ് മറന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ Krebs cycle പറഞ്ഞപ്പോ തൊട്ടുമ്പോ പറഞ്ഞിരിക്കുന്ന എണ്ണം നിങ്ങൾക്കറിയാം 24 ആണ്. പെട്ടെന്ന് കൺഫ്യൂഷൻ ആവരുത്. ഇത് നമ്മൾ റെസ്പിറേഷൻ മൊത്തമാണ്. റെസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടാവും? റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ഗ്ലൈക്കോളിസിസ് ഉണ്ട്, Krebs cycle ഉണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയും, റിമെമ്പർ. ഇതിന്റെ മുമ്പ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതല്ലോ.
See, glycolysis net ATP is equal to 8 ATP. Total ATP is equal to 2. Okay, out of 10 ATP formed, 2 ATP is used. അല്ലേ 10 ഉണ്ടായാൽ എന്തുണ്ടാവും 2 യൂസ് ചെയ്യുന്നു ബാക്കി 8 ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ക്രബ് സൈക്കിളിൽ നമ്മളിപ്പോൾ പഠിച്ച കംപ്ലീറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. NADH2 3 × 2 6 അതൊക്കെ എഴുതിയിട്ടുണ്ട്. നൗ റീജനറേഷൻ സ്റ്റെപ്പ് 12 phosphoglycerol molecule is formed. അത് നമ്മൾ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. അപ്പോൾ റെസ്പിറേഷന്റെയും അതേപോലെ ഫോട്ടോസിന്തസിസിന്റെയും ATPയുടെ കണക്കാണ് നമ്മളിവിടെ വിവരിച്ചിട്ടുള്ളത്. നൗ നമുക്കറിയാം ഇത് ഇതുവരെ പറഞ്ഞതിന്റെ നമ്മൾ CD റോഡോ പോഹോ അതേപോലെ O സിട്രിക് ആസിഡ് സില്ലി ഫണ്ണി സൂപ്പർ മോളിക്യൂൾ എന്ന് പറഞ്ഞതിന്റെ വളരെ സിംബോളിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നോക്കൂ നിങ്ങൾ എൻസൈം ദാറ്റ് കാറ്റലൈസ് ദിസ് റിയാക്ഷൻ. ക്രബ് സൈക്കിൾ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനിൽ 3 എൻസൈംസ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കാം വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് എൻസൈംസ് വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ദി particular reaction, that is citrate synthase, aconitase, isocitrate dehydrogenase, alpha ketoglutarate dehydrogenase, succinyl coenzyme synthetase, then succinate dehydrogenase, fumarase, malate dehydrogenase, etc. are the most important enzymes. ഇനി നമ്മളിവിടെ ഈ റിയാക്ഷൻ പറയാണ്. സി നോക്കൂ നിങ്ങൾ, ഇത് നമ്മുടെ ഗ്ലൂക്കോസ് ആണ് അല്ലെ. ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് നമ്മൾ ബാക്കി പ്രോസസ് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഗ്ലൂക്കോസിൽ നിന്ന് ലിങ്ക് റിയാക്ഷനിലോട്ട് പോകണം. സോ അത് ലിങ്ക് റിയാക്ഷൻ അസിറ്റൈൽ കോഎൻസൈം. അതിനുശേഷം ഓക്സാലോ അസിറ്റിക് ആസിഡ് അല്ലെ ഓ സിട്രിക് ആസിഡ്, മറന്നു പോകുന്നത് ഇതാണ് ഫസ്റ്റിൽ ഉണ്ടാവുന്നത്. നൗ അതിനുശേഷം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡോടൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇവിടെയാണ് ഈ 2 റിയാക്ഷനിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നോക്കാം. നൗ നോക്കൂ നിങ്ങൾ, NADH2 ഇവിടെ ഒക്കെ ഉണ്ടായി 3 സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. റിമെമ്പർ 3 സ്ഥലത്ത് NADH2 ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 × 2 ഓക്കെ 6 ഉണ്ടായിരുന്നു പറഞ്ഞത്. ദെൻ ATP പ്രൊഡ്യൂസ് ചെയ്ത് നോക്കൂ നിങ്ങൾ, ഓൺലി 1 പ്ലേസ്. ദെൻ FADH2. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ 36ഉം 34 എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ഫൈനൽ ക്ലാസ്. നൗ ഇതെല്ലാം നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷന്റെ പാർട്ടാണ്. പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എഴുതുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ നമ്മൾ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഗ്ലൈക്കോളിസിസ്, ലിങ്ക് റിയാക്ഷൻ, ക്രബ് സൈക്കിൾ. റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ ഞാൻ പല വേർഷനിലും കാണിക്കുന്ന മനസ്സിൽ ഒരു MSc ലെവലിൽ ഈ സാധനം എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്സാലോസിറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഐസോസിട്രിക് ആസിഡ്, ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്, സക്സിനൽ കോഎൻസൈം, സക്സിനേറ്റ്, ഫ്യൂമറേറ്റ്, മാലൈറ്റ്. ഓക്കെ, നൗ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ATPയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യൽ നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് ഉണ്ട് അല്ലെ, വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണത് അല്ലെ, ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ്. ഇതാണ് ഗ്ലൂക്കോസ്, ദെൻ ലിങ്ക് റിയാക്ഷൻ, പൈറുവിക് ആസിഡ്, ക്രബ് സൈക്കിൾ. ക്ലിയർ? Then electron transport chain. NADH and ubiquinol from the Krebs cycle start a series of oxidation reduction reaction that move electron through series of carriers. അപ്പോൾ നമുക്കിനി പറയാൻ പോകുന്നത് NADHും അതേപോലെ ubiquinol from the Krebs cycle start a series of oxidation reduction reaction that move electron through a series of carriers. The electron carriers together are called electron transport chain. ഇപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ക്യാരി ചെയ്യുന്ന ആൾക്കാരെ മൊത്തത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. സി ദിസ് ഈസ് ആക്ച്വലി ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ഹൈ എനർജി ലെവൽ തൊട്ട് ലോ എനർജി ലെവൽ വരെ ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ള വി ഹാവ് ടു സീ. ഓക്കെ, ഈ ഓരോ മോളിക്യൂളിനും അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, കോഎൻസൈംസിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, അതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്. എനർജി ഫ്രം ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ മെയിൻറ്റെയിൻസ് എ പ്രോട്ടോൺ ഗ്രേഡിയന്റ് അക്രോസ് ദ ഇന്റർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ദിസ് പ്രോട്ടീൻ ഗ്രേഡിയന്റ് ഡ്രൈവ് ദ സിന്തസിസ് ഓഫ് ATP. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. നമുക്ക് 2 ഫോസ്ഫോറൈലേഷൻ ആണത്. ഒന്ന് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ, ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്.
ഇനി ഓക്സിഡേഷൻ ആണ്, that is called oxidative phosphorylation, that we will discuss next class.